ഷൈൻ ടോം ചാക്കോ പ്രതിയായ കൊക്കെയ്ൻ കേസിൽ പോലീസ് അന്വേഷണത്തിലെ പിഴവുകൾ എണ്ണിപ്പറഞ്ഞ വിചാരണ കോടതി. അന്വേഷണം നടപടിക്രമങ്ങൾ പാലിച്ച് പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയതായി ഉത്തരവിൽ കോടതി വ്യക്തമാക്കുന്നു. പിടിച്ചെടുത്ത കൊക്കൈന്റെ ഘടകങ്ങൾ വേർതിരിച്ച് പരിശോധിച്ചില്ലെന്നും പ്രതികളെ വെറുതെ വിട്ട ഉത്തരവിലുണ്ട്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, അതായത് പോലീസ് അന്വേഷണം നടത്തി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി വിധി പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ തെറ്റ് ചെയ്തിട്ടില്ലെന്നോ അല്ലെങ്കിൽ അവിടെ ഒരു കുറ്റകൃത്യം സംഭവിച്ചിട്ടില്ലെന്നോ അല്ല. അത്ര വിശദമായി തന്നെ ഈ പിഴവുകൾ, പോലീസിന്റെ പിഴവുകൾ റിപ്പോർട്ടിൽ പറയുന്നില്ലേ? തീർച്ചയായും ശ്രീജ, അങ്ങനെ തന്നെ നമുക്ക് അനുമാനിക്കാം. ഫെബ്രുവരി 11 ആയിരുന്നു എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഷൈൻ ടോം ചാക്കോ അടക്കമുള്ള പ്രതികളെ വെറുതെ വിട്ടത്. ഇതിൽ പ്രധാനമായും പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ കൊക്കെയ്ൻ കേസാണ്. ഈ പ്രതികൾ കൊക്കെയ്ൻ ഉപയോഗിച്ചു എന്ന് തെളിയിക്കാൻ, അല്ലെങ്കിൽ ഇവരുടെ കൈവശം കൊക്കെയ്ൻ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ ഈ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ കേസിൽ പ്രതികളെ വെറുതെ വിട്ടിരുന്നത്. എന്തായാലും ഇതിന്റെ ഒരു വിധി പകർപ്പ് ഇന്നലെയാണ് പുറത്തു വന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത്, ഒന്നാം പ്രതിയും മോഡലുമായിട്ടുള്ള രേഷ്മയുടെ പോക്കറ്റിൽ നിന്നും കൊക്കെയ്ൻ കണ്ടെത്തിയില്ലെന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ മൊഴി നൽകി. പോലീസ് കണ്ടെടുത്ത വസ്തുക്കൾ സെർച്ച് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടില്ല. മറ്റൊന്ന്, വനിതാ പ്രതികളെ പരിശോധിച്ചത് വനിതാ പോലീസ് അല്ല. ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള 5 പ്രതികൾ കൊക്കെയ്ൻ ഉപയോഗിച്ചു എന്ന് പോലീസ് പരിശോധിച്ചില്ല. ഷൈൻ ടോം ചാക്കോ ഉണ്ടായിരുന്ന ഫ്ളാറ്റ് തുറന്ന് ആദ്യം അകത്തേക്ക് കടന്നത് ആരെന്ന ചോദ്യത്തിന് ഈ പോലീസ് ഉദ്യോഗസ്ഥന് ഓർമ്മയില്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെ വലിയ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയായി തന്നെയാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. കൊക്കെയ്ൻ ഹൈഡ്രോക്ലോറൈഡ് ആണ് പിടിച്ചെടുത്തിരുന്നത്. ഫോറൻസിക് സയൻസ് ലാബ് ക്ലോറൈഡ് ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ വേർതിരിച്ച് പരിശോധിച്ചില്ല. അതുകൊണ്ട് ഇതിൽ കൊക്കെയ്ൻ തന്നെയാണോ പിടിച്ചെടുത്തതെന്ന് കൃത്യമായി പോലീസിന് കോടതിക്ക് മുമ്പാകെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന്, കേസ് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന ഒരു രൂക്ഷ വിമർശനം കൂടി വിചാരണ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. എന്തായാലും അന്വേഷണത്തിന്റെ നടപടിക്രമങ്ങൾ പാലിച്ചില്ല. ഒരു കേസ് ഇത്തരത്തിലുള്ള ഒരു കൊക്കെയ്ൻ പിടികൂടും അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ പിടികൂടുമ്പോൾ ഒരു ഗസറ്റഡ് പോസ്റ്റിലുള്ള ഒരു ഉദ്യോഗസ്ഥനൊപ്പം ഉണ്ടാകണമെന്നായിരുന്നു നിർദ്ദേശം. പക്ഷേ അങ്ങനെ ഒരു ഗസറ്റഡ് പോസ്റ്റിലുള്ള ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടായിരുന്നില്ല. മറ്റൊന്ന്, ഈ ഷൈൻ ടോം ചാക്കോയുടെ കയ്യിൽ കൊക്കെയ്ൻ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇത് പിടിച്ചെടുത്തത് കൊക്കെയ്ൻ തന്നെയാണോ എന്ന് കൃത്യമായി പരിശോധിക്കുവാനും പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇതിൽ വനിതാ ഉദ്യോഗസ്ഥ ഉണ്ടായില്ല. വനിതാ പ്രതികളെ പിടികൂടുമ്പോൾ പോലും വനിതാ ഉദ്യോഗസ്ഥരായിരുന്നില്ല അവരെ പരിശോധിച്ചത്. അങ്ങനെ നിരവധി പോലീസിന്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ഈ പ്രതികളെ വെറുതെ വിടുന്ന ഒരു നടപടിയിലേക്ക് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും പോലീസിന് വലിയ ഗുരുതരമായിട്ടുള്ള പിഴവ് തന്നെയാണ്. പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ലഹരി, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ദിവസവും ഒരു 100 കണക്കിന് ലഹരി കേസുകളൊക്കെ പിടികൂടുന്നുണ്ട്, പോലീസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നീട് ഈ കേസിൽ പ്രതിയാകുന്നവരുടെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ ഇത് വിചാരണ കോടതിയിൽ എത്തുമ്പോൾ എത്ര പേരെ ഇത് ശിക്ഷിക്കുന്നു എന്ന ഒരു ചോദ്യത്തിന് ഇത് പ്രധാനമായും പറയേണ്ട കാര്യം, കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുന്നില്ല. ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെ പ്രതികളെ ഒക്കെ കോടതിക്ക് വെറുതെ വിടേണ്ട ഒരു സാഹചര്യം വരുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർക്ക് വലിയ വീഴ്ച സംഭവിച്ചു എന്നാണ് വിചാരണ കോടതി ഈ ഒരു വിധി പകർപ്പിലൂടെ വ്യക്തമാക്കുന്നത്. നവമിയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.